ആയിട്ട് എനിക്കൊരാഗ്രഹം നിങ്ങൾക്ക് ഒരു സമ്മാനം തന്നാലോന്ന്. ഗിവ് അവേ തരാനായിട്ട് എൻ്റെ കയ്യിൽ പണ്ടോ പണമൊന്നും ഇല്ല കേട്ടാ. എൻ്റെ കയ്യിലുള്ളത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിലുള്ള അച്ചാർ, ഒരു 1000 റുപ്പീസിൻ്റെ അച്ചാർ 2 പേർക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇത് ഞാൻ ന്യൂ ഇയറിന് ഒറ്റ ദിവസം സെയിൽ ചെയ്തിട്ടുള്ള പിക്കിളാണ് കേട്ടോ. ഇത് ഏകദേശം എത്ര രൂപയുടെ പിക്കിൾ ഉണ്ടെന്ന് ഒന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താലുണ്ടല്ലോ, അതിൽ നിന്ന് 2 ഭാഗ്യശാലികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ പ്രീമിയം പിക്കിൾസ് 1000 രൂപ വില വരുന്ന പിക്കിൾസ് നമ്മൾ അയച്ചു കൊടുക്കൂട്ടാ. കറക്റ്റ് എമൗണ്ട് നിങ്ങൾ പറയണ്ട, കറക്റ്റ് എമൗണ്ടിന്റെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആ റേറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. നമ്മളുടെ ഫോളോവേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു സമ്മാനമാണ് അത് കേട്ടാ. അപ്പൊ എല്ലാവരും വേഗം തന്നെ പ്രഡിക്റ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്തോളൂ. ജാനുവരി 14 നമ്മൾ വിജയിയെ പ്രഖ്യാപിക്കും കേട്ടോ. അന്ന് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ അന്ന് നമ്മൾ വിജയിയെ നമ്മളുടെ ചാനലിലൂടെ പറയുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുവേ ടീച്ചർക്ക് ചെറുതായിട്ടൊരു അഹങ്കാരം വന്നിട്ടുണ്ടോന്ന്. പടച്ചോൻ എൻ്റെ അടുത്ത് ചോദിക്കുകയെ, മിനിത നിനക്ക് ഞാനൊരു അവസരം തന്നിട്ടുണ്ടായിരുന്നു, ആ അവസരം നീ ശരിയായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിനക്ക് നേരെ കണ്ണടച്ചതെന്ന്. എന്താണല്ലേ, നിങ്ങളാണ് എൻ്റെ പിക്കിളിന്റെ ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് അത് ഷെയർ ചെയ്ത് പലരും ഓൺലൈനിൽ നിന്ന് നമ്മളിന്ന് പിക്കിൾ വാങ്ങിച്ച് നമ്മളെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തു നല്ല പിക്കിളാണെന്ന് പറഞ്ഞിട്ട് ആ റിവ്യൂ നോക്കിയിട്ട് എനിക്ക് ഒരുപാട് പേര് പിക്കിളിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളെ മറക്കാൻ പാടുണ്ടോ? നിങ്ങൾ പറയും, ഞാൻ പറയുന്നത് ശരിയല്ലേ? പടച്ചോ നമുക്കേ ഒരവസരമേ തരുള്ളൂ കേട്ടാ. ആ ഒരവസരം നമ്മൾ ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ആ അവസരത്തിന് നേരെ നമ്മൾ പല്ലിളിച്ച് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന അങ്ങേരും നമ്മൾ നോക്കി കണ്ണടക്കൂട്ടാ. പിന്നെ നമുക്കൊരവസരം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കണ്ട നിങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഇനിയും ധൈര്യം ഇല്ലാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവോ എന്ന് വിചാരിച്ചിരിക്കുന്നവർ. അവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളതേ, എൻ്റെ അച്ചാർ ബിസിനസ് ഞാനൊരു ഫ്ലോപ്പിൽ നിന്നിട്ടാണ് തുടങ്ങിയത്. കഥ എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം കേട്ടാ. തീയിൽ കുരുത്താലേ വെയിലത്ത് പാടില്ല എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ എൻ്റെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് FSSAI രജിസ്ട്രേഷൻ കഴിഞ്ഞു. 15 കിലോ മാങ്ങയും 10 കിലോ നാരങ്ങയും അച്ചാറിട്ട് എൻ്റെ ഈ ബോട്ടിലടിക്കുന്ന സ്റ്റിക്കർ കിട്ടാനേ 2 ആഴ്ച അങ്ങോട്ട് ലേറ്റായി. സ്റ്റിക്കർ കിട്ടിയതിന് ശേഷം അച്ചാർ കുപ്പിയിലാക്കാനായിട്ട് ഞാനേ ആ അച്ചാർ പാത്രം തുറന്നപ്പോൾ ആ 15 കിലോ മാങ്ങച്ചാറിൻ്റെ മുകളിലേ നിറച്ച് പൂപ്പൽ കെട്ടിയിട്ട് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ മോനെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു വാക്ക് ഇതാണ്, സ്റ്റിക്കർ കിട്ടാൻ ലേറ്റ് ആയത് നന്നായില്ലേന്ന്. അല്ലായിരുന്നെങ്കിൽ എൻ്റെ ബിസിനസിന്റെ തുടക്കവും ഒടുക്കവും ഒരു ദിവസം തന്നെ നടത്തേണ്ടി വന്നിരുന്നു. ബിസിനസ് തുടങ്ങാൻ പേടിച്ചിരിക്കുന്ന ആൾക്കാർക്കേ ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിസിനസ്സാണ്. ആ ഒരു പ്രശ്നം ഓവർകം ചെയ്യാൻ എങ്ങനെ നമുക്ക് സാധിക്കും, അതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടാ.